ഒരു സിനിമയുടെ കഥ പറയാം. കേരള രാഷ്ട്രീയമാണ് പശ്ചാത്തലം. ഒരു ദിവസം കേരള മുഖ്യമന്ത്രി മരണപ്പെടുന്നു. രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്ന ഭരണപക്ഷത്തെ തുടർന്ന് നയിക്കാൻ ജനസമ്മതനായ ഒരു നേതാവിനെ എല്ലാവരും ചേർന്ന് അംഗീകരിക്കുന്നു. ആ നേതാവിനെ ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി പകരം കേരള രാഷ്ട്രീയം പിടിച്ചെടുക്കാൻ കഴിവുള്ള വലിയൊരു സാമ്പത്തിക ശക്തി തയ്യാറെടുക്കുന്നു. ഈ സാമ്പത്തിക ശക്തിയുടെ ലക്ഷ്യം കേരളത്തെ ഒരു മയക്കുമരുന്ന് വ്യാവസായിക കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ്. എന്നാൽ ആരും പ്രതീക്ഷിക്കാതെ ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു അണ്ടർവേൾഡ് സിൻഡിക്കേറ്റ് രംഗത്ത് വരുന്നു. ജയിലിലായ നേതാവിനെ രക്ഷപ്പെടുത്തുകയും കേരള രാഷ്ട്രീയം പിടിച്ചെടുക്കാൻ ശ്രമിച്ച സാമ്പത്തിക ശക്തിയെ തകർക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആ നേതാവിന്റെ തീരുമാനപ്രകാരം മറ്റൊരു വ്യക്തി കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും തുടർന്ന് ഭരിക്കുകയും ചെയ്യുന്നു. ഇനി രണ്ടാമതൊരു സിനിമയുടെ കഥ പറയാം. കേരള രാഷ്ട്രീയമാണ് പശ്ചാത്തലം. മുഖ്യമന്ത്രി അഴിമതിക്കാരനാകുന്നു. കൂടുതൽ അഴിമതികൾ ചെയ്യാൻ മുഖ്യമന്ത്രി മറ്റൊരു വലിയ ഇന്ത്യൻ സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയെ കൂട്ടുപിടിക്കുന്നു. ഈ സാമ്പത്തിക ശക്തിയുടെ ലക്ഷ്യം കേരളത്തെ ഒരു മയക്കുമരുന്ന് വ്യാവസായിക കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ്. രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകുന്ന ഭരണപക്ഷത്തെ തുടർന്ന് നയിക്കാൻ ജനസമ്മതനായ ഒരു നേതാവിനെ എല്ലാവരും ചേർന്ന് അംഗീകരിക്കുന്നു. ആ നേതാവിനെ ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കുന്നു. ജയിലിലായ നേതാവിനെ രക്ഷിക്കാൻ ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു അണ്ടർവേൾഡ് സിൻഡിക്കേറ്റ് രംഗത്ത് വരുന്നു. ജയിലിലായ നേതാവിനെ രക്ഷപ്പെടുത്തുകയും കേരള രാഷ്ട്രീയം പിടിച്ചെടുക്കാൻ ശ്രമിച്ച സാമ്പത്തിക ശക്തിയെ തകർക്കുകയും ചെയ്യുന്നു. സിമ്പിളായി പറഞ്ഞാൽ ലൂസിഫർ, എമ്പുരാൻ എന്നീ സിനിമകളുടെ കഥകൾ ഒന്നു തന്നെയാണ്. ലൂസിഫറിൽ പ്രേക്ഷകൻ കണ്ടിരുന്ന കേരള രാഷ്ട്രീയം പശ്ചാത്തലമായ കഥപറച്ചിലിന് പ്രാധാന്യം കൊടുത്തപ്പോൾ എമ്പുരാനിൽ ഇതേ കഥയിൽ അങ്ങിങ്ങായി ഒരുപാട് രാജ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അണ്ടർവേൾഡ് സിൻഡിക്കേറ്റിന്റെ പ്രവൃത്തികളെ ഒരു മിന്നായം പോലെ കാണിച്ചു എന്ന് മാത്രം. ലൂസിഫർ ട്രിലോജിയിലെ 3 സിനിമകളിൽ 2 വന്നു കഴിഞ്ഞു. ഇതിൽ ഒരിടത്തും പ്രേക്ഷകന് വ്യക്തമായോ അല്ലാതെയോ കാണാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് ഈ 2 സിനിമകളുടെയും കൊമേഴ്ഷ്യൽ മാർക്കറ്റിങ്ങിനെയും അതിലൂടെ സിനിമാ മേഖലയെയും തുടർന്ന് പ്രേക്ഷകനെയും അന്ധമായി സ്വാധീനിച്ചത്. അതാണ് ഇല്ലുമിനാറ്റി എന്ന ഘടകം. ഒന്ന് ആലോചിച്ച് നോക്കുക. ലൂസിഫർ, എമ്പുരാൻ, ഇതിൽ ഒരിടത്തും ഇല്ലുമിനാറ്റിയെക്കുറിച്ച് വ്യക്തമായി ആരും പറയുന്നില്ല. ഇടയ്ക്ക് കാണിക്കുന്ന 1-2 ന്യൂസ് പേപ്പർ കട്ടിങ്ങിലൂടെയും ഒരു കഥാപാത്രത്തിന്റെ അവ്യക്തമായ ഒരു ഡയലോഗിലൂടെയും മാത്രമാണ് ഈ 2 സിനിമകളിലും ലോകത്തെ കോൺസ്പിറസി തിയറികളുടെ ഗോഡ് ഫാദറായ ഇല്ലുമിനാറ്റി എന്ന ആശയം വരുന്നത്. അങ്ങിങ്ങായി പ്ലേസ് ചെയ്ത 1-2-3 സിംബൽസ് തീർന്നു. വേറെ ഒരിടത്തും സിനിമയിൽ വ്യക്തമായി ഇല്ലുമിനാറ്റിയെക്കുറിച്ച് പറയുന്നില്ല. അവരുടെ ഒക്കൾട്ട് കൾച്ചേഴ്സിനെ കുറിച്ചോ അവരെങ്ങനെയാണ് ലോകത്തെ വൻ ശക്തിയായി മാറിയതെന്നോ പറയുന്നില്ല. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് കാണിക്കുന്നില്ല. അണ്ടർവേൾഡ് മാർക്കറ്റുകളെക്കുറിച്ച് കാണിക്കുന്നില്ല. ഗോൾഡ് ഡയമണ്ട് സാമ്രാജ്യത്തെക്കുറിച്ച് കാണിക്കുന്നില്ല. അവർ രഹസ്യമായി നയിക്കുന്ന ഭരണകൂടങ്ങളെ കാണിക്കുന്നില്ല. 2-3 ആളുകളുടെ ഡയലോഗുകൾ മാത്രമാണ് ഉള്ളത്. എന്നിട്ടും പ്രേക്ഷകൻ എങ്ങനെ കൺവിൻസ്ഡ് ആയി എന്നിടത്താണ് ഈ സിനിമകളുടെ മാർക്കറ്റും വിജയവും. അവിടെയാണ് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളുടെയും മീഡിയ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളുടെയും ഡിസ്കഷൻ ഫോറമുകളുടെയും പ്രാധാന്യം. സിനിമയിൽ അങ്ങിങ്ങായി കാണിച്ചു മറഞ്ഞ വളരെ കുറച്ച് വാക്കുകൾ ഇല്ലുമിനാറ്റി, റോത്സ്ചൈൽഡ് ഫാമിലി, വാർ ഫണ്ടിംഗ്, ഔൾ ഓഫ് മിനർവ, സിക്കാഡ, ചൈനീസ് ട്രയാഡ് തുടങ്ങിയ വാക്കുകളുടെ പുറകെ പ്രേക്ഷകനെ പറഞ്ഞു വിട്ടിട്ട് സിനിമയുടെ മേക്കേഴ്സ് വെറുതെ ഇരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സിനിമകളിൽ ഒരിടത്തും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നതാണ് വസ്തുതയെങ്കിലും അത് അംഗീകരിക്കാൻ പ്രേക്ഷകൻ തയ്യാറില്ല. ഖുറേഷി അബ്രാം എന്നൊരു ആൻഷ്യൻ ഫീല് തരുന്ന മിഡിൽ ഈസ്റ്റേൺ ടോണുള്ള ഒരു പേര്. ഇടയ്ക്കിടെ 1-2 വരികൾ. ഖുറേഷിക്ക് ഇല്ലുമിനാറ്റിയുമായി കണക്ഷനുണ്ട് ആൻഡ് ബൂം, ലോകം മുഴുവൻ ചർച്ചകളായി. വളരെ കാഷ്വലായ ഒരു മെൻഷനിങ് മാത്രം. ഡാവിഞ്ചി കോഡ്, ഐസ് വൈറ്റ് ഷർട്ട് തുടങ്ങിയ സിനിമകളുടെ നരേഷനായി വരെ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് വളരെ വേഗമാണ്. ക്യൂറയിലെയും റെഡിറ്റിലെയും ചർച്ചകളിൽ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും ട്രോളുകളിലൂടെ കാട് കയറിയ ചർച്ചകൾ ഈ 2 സിനിമകൾക്കും നൽകിയ മൈലേജ് ചെറുതല്ല. ലൂസിഫർ ഇറങ്ങിയപ്പോൾ തുടങ്ങിയ ചർച്ചകൾ, അതിലൂടെ ആളുകൾ അറിഞ്ഞ ഇല്ലുമിനാറ്റി എന്ന ആശയവും അതിന്റെ പൂർവ്വകാല ചരിത്രവും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് എമ്പുരാനിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം മേക്കേഴ്സിന് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ഇനി എമ്പുരാനിൽ ചെന്നു നിൽക്കുന്ന സിക്കാഡ എന്ന പ്രയോഗവും ചൈനീസ് ട്രയാഡ്സിനെ കുറിച്ചുള്ള ചർച്ചകളും അസ്രായേൽ എന്ന ആത്മാവിനെ ചുമക്കുന്ന കറുത്ത മാലാഖയെക്കുറിച്ചുള്ള ചർച്ചകളും എമ്പുരാനെ ഒരു ക്ലാസിക് ഐറ്റമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ലളിതമായി ചിന്തിച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന കോൺസ്പിറസി തിയറികളും ചൈനീസ് ട്രയാഡ്സിന്റെ 13 സബ് ഡിവിഷൻസും സിക്കാഡ 3301 എന്ന നിഗൂഢ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയ വഴികളും ഒന്നും നിങ്ങൾ 3-ാം ഭാഗത്തിൽ പ്രതീക്ഷിക്കരുത്. കാരണം അവിടെയും നിങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ല. 2 ഗ്യാങ് തമ്മിലുള്ള വാറല്ലാതെ മറ്റൊന്നും. പക്ഷേ 3-ാം ഭാഗത്തിലും നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങിങ്ങായി കുറേ വാക്കുകൾ മേക്കേഴ്സ് ഇട്ടുവെക്കും. പക്ഷേ അതൊന്നും സിനിമയിൽ കാണാൻ കഴിയില്ല. എന്നാൽ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടുപിടിച്ച ചർച്ചകൾ നടക്കും. ആർക്കും അറിയാത്ത കുറേ കോൺസ്പിറസി തിയറികൾ വന്നുകൊണ്ടേയിരിക്കും, സിനിമയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഓണസ്റ്റായി പറഞ്ഞാൽ ഇത് വർക്കൗട്ട് ആകുന്ന ഒരു ഫ്രീ മാർക്കറ്റിംഗ് തന്ത്രമാണ്. ദ ലെസ് ദ ഫിലിം മേക്കേഴ്സ് എക്സ്പ്ലെയിൻ, ദ മോർ ഫാൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഒരിക്കലും ഒഫീഷ്യലി സോൾവ് ചെയ്യപ്പെടാൻ പോകുന്നില്ലാത്ത ഒരു മിസ്റ്ററി പസിൽ പോലെ ഇതങ്ങ് കിടക്കും. ഇങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സിനിമകളെല്ലാം തന്നെ പിന്നീട് ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ടാക്കിയെടുത്തവയുമാണ്. ഫൈറ്റ് ക്ലബ്, ടെനറ്റ്, ഐസ് വൈറ്റ് ഷർട്ട് തുടങ്ങി വെച്ച ചർച്ചകൾ ഇപ്പോഴും തുടരുന്നതിന് കാരണം മനഃപൂർവ്വം പാതി വെച്ച് ഉപേക്ഷിച്ച ഇത്തരം കോൺസ്പിറസി തിയറികളുടെ വിൽപ്പന തന്നെയാണ്. കുറച്ച് അപകർഷണങ്ങൾ മുൻപിലേക്ക് വെച്ച് വന്നിട്ട് അതിൽ നിന്ന് വലിയൊരു സദ്യ കഴിച്ച തൃപ്തി ആലോചിച്ച് കൂട്ടുകയാണ് പ്രേക്ഷകർ.
എമ്പുരാൻ കാണാൻ പോകുന്നവർ മനസ്സിൽ തന്നെ കണക്കുകൂട്ടിയിരുന്നത് ഹിഡൻ സീക്രട്സ് എന്താണെന്ന് തിരിച്ചറിയണം എന്നത് തന്നെയായിരുന്നു. അവർക്ക് മുൻപിലേക്ക് സിക്കാഡയും ട്രയാഡ്സും അസ്രയേലും ഇട്ട് തന്ന് തുടർന്ന് നടക്കുന്ന ചർച്ചകൾ മാറി എന്ന് വീക്ഷിക്കുകയാണ് മേക്കേഴ്സ്. ഈ വീഡിയോയ്ക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. അതിനോടൊപ്പം ഇതുകൂടി ഒന്ന് തിരിച്ചറിയൂ. ലൂസിഫർ ഇറങ്ങിയതിന് ശേഷം കഴിഞ്ഞ 6 വർഷങ്ങളിലായി ഈ സിനിമയിലെ നിഗൂഢത എന്ന രീതിയിൽ കേരളത്തിലെ പ്രേക്ഷകർ ചർച്ച ചെയ്തത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇല്ലുമിനാറ്റി, ഫ്രീ മേസൺസ്, സ്കൾ ആൻഡ് ബോൺസ്, റോസിക്രൂഷ്യൻസ്, ബൊഹീമിയൻ ഗ്രൂവ്, ന്യൂ വേൾഡ് ഓർഡർ, ഐ ഓഫ് പ്രൊവിഡൻസ്, ഗ്രാൻഡ് മാസ്റ്റർ, ബവേറിയൻ ഇല്ലുമിനാറ്റി, ബ്ലാക്ക് ഹാൻഡ്, സീക്രട്ട് ഓത്ത്, ബ്ലഡ് പാക്ട്, റിച്വൽ ഇനീഷ്യേഷൻ, ഒക്കൾട്ട് സിംബോളിസം, ഹെർമെറ്റിക് ഓർഡർ, തെലേമ, എസോട്ടറിക് നോളജ്, കബാൾ, ആർക്കെയിൻ റിച്വൽസ്, ബ്രദർഹുഡ് ഓഫ് ദ സ്നേക്ക്, കൗൺസിൽ ഓഫ് 13, ഓൾ സീയിങ് ഐ, ലൂസിഫെറിയൻ, വൺ വേൾഡ് ഗവൺമെൻറ്, ബ്ലാക്ക് നൊബിലിറ്റി, MK അൾട്ര, ഫോൾസ് ഫ്ലാഗ്, ബിൽഡർബർഗ് ഗ്രൂപ്പ്, റോത്ത്ചൈൽഡ്, ഒബെലിസ്ക്, സിയോ പ്രോട്ടോകോൾ, സാറ്റേൺ വർഷിപ്പ്, സ്ഫിങ്സ് കോഡ്, ഡ്യുവാലിറ്റി സിസ്റ്റം, അങ്ങനെ ഒരുപാട്. എമ്പുരാൻ വന്നതിന് ശേഷമാണെങ്കിൽ ഇതിനെല്ലാം പുറമെ സിക്കാഡ 3301, ക്രിപ്റ്റോഗ്രഫി, സ്റ്റെഗനോഗ്രഫി, റെഡ് ഹെറിംഗ്, ലീഡ് സ്പീക്ക്, ഒബ്സ്കേറ്റഡ് കോഡ്, ട്രയാഡ്, 14K, സൺ യി ഓൺ, വാഷിംഗ് വോ, ബ്ലാക്ക് സൊസൈറ്റി, റെഡ് പോൾ, മൗണ്ടൻ മാസ്റ്റർ, ഇൻസെൻസ് മാസ്റ്റർ, ബ്ലൂ ലാൻറ്റേൺ, ഡ്രാഗൺ ഹെഡ്, ലോട്ടസ് ഫ്ലവർ സിമ്പിൾ, 13 ഓത്സ്, ക്ലാൻ ബ്രദർഹുഡ്, ഗാംബ്ലിംഗ് ഡെൻസ്, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ ചർച്ചകൾ ഒരിടത്ത് എത്തുകയുമില്ല. അടുത്ത സിനിമയിൽ ഇതൊന്നും കാണാനും പോകുന്നില്ല. മനുഷ്യരിൽ സീക്രട്ട് സൊസൈറ്റി എന്ന ഒബ്സഷൻ ഉണ്ടാക്കുകയും എന്നാൽ അതൊന്നും ഡീറ്റെയിൽ ആയി കാണിക്കാതെ ആളുകളിൽ ഓൺലൈൻ കോൺസ്പിറസി തിയറികളുടെ ചർച്ചകൾക്ക് തിരികൊളുത്തി മാർക്കറ്റ് ചെയ്തൊരു അൾട്ടിമേറ്റ് ട്രിക്ക് മാത്രമായി ലൂസിഫർ ട്രിലോജി അവസാനിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഈ പറഞ്ഞതൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിലും അംഗീകരിക്കാൻ പ്രേക്ഷകന് മടിയാണ്. കാരണം സിനിമയിലെ ഹിഡൻ ട്രൂത്ത്സ് കണ്ടെത്തി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുമ്പോൾ നമ്മൾ കരുതുന്നത് പോലും നമ്മൾ ലൂസിഫർ സിനിമ വേൾഡിലെ ഒരു ഇൻസൈഡർ ആണെന്നാണ്. അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നതാണ് യാഥാർത്ഥ്യം. വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴും ലൂസിഫർ എന്ന ടൈറ്റിലെ ഫ്ലിപ്പ് ചെയ്യപ്പെട്ട അക്ഷരങ്ങളുടെ പൂർണ്ണമായ അർത്ഥം പ്രേക്ഷകന് പിടികിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ എമ്പുരാൻ എന്ന ടൈറ്റിലെ ചോരയിൽ കുതിർന്ന 2 അക്ഷരങ്ങളും ഓരോ അക്ഷരങ്ങൾക്കിടയിൽ കുത്തുകളിട്ട് എമ്പുരാനെ എന്തിൻ്റെയോ അബ്രിവിയേഷനാക്കി മാറ്റിയിരിക്കുന്നതും പ്രേക്ഷകന് ഉത്തരം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനുള്ള ഉത്തരങ്ങൾ സിനിമയിലെങ്ങോ മറഞ്ഞിരിക്കുന്നു എന്ന പ്രതീതിയും കൃത്യമായി വ്യക്തമായി കാണിക്കാതെ തന്നെ എന്തൊക്കെയോ കണ്ടെത്താൻ പ്രേക്ഷകനെ പ്രേരിപ്പിക്കുന്നതും ഇല്ലുമിനാറ്റിയുടെ കളികളാണെന്ന് പറഞ്ഞു വയ്ക്കാം. അല്ല, ഇനിയിപ്പോൾ ഇതിനെല്ലാം പുറകിൽ ഇല്ലുമിനാറ്റിയുടെ കൈകളുണ്ടോ? സിനിമ ഫണ്ട് ചെയ്തത് ഇല്ലുമിനാറ്റിയാണോ? എന്തൊക്കെയാണെങ്കിലും ലൂസിഫർ 3 കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരിൽ ഒരാളാണ് ഞാനും. മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.